നൂറനാട് കൊമ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മുന്തിരിയെക്കുറിച്ചാണ്. മുന്തിരിയുടെ ഗ്രാഫ്റ്റിങ്ങും കാര്യങ്ങളെക്കുറിച്ചാണെന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്തിരി ഒന്ന് പരിചയപ്പെടുന്നു. ഇതാണ് നമ്മുടെ മുന്തിരിയുടെ തണ്ട്. ഏകദേശം ഒരു 9 മാസം പ്രായമായിട്ടേ ഉള്ളൂ. അപ്പോൾ തണ്ട് നല്ല കനത്ത കയറി വന്നിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളൊരു പന്തലിട്ടിട്ടുണ്ട്. പന്തലിലാണെങ്കിൽ പടത്തിയിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വിടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കാണിച്ചു തരാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ വേണം. കാരണമെന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന 10-20 വർഷത്തോളം നിൽക്കുന്നൊരു ചെടിയായത് കാരണം നല്ല രീതിയിലുള്ള പന്തൽ ആവശ്യമാണ്. അപ്പോൾ മുറിച്ച് വിട്ട് ഞാൻ കാണിച്ചു തരാം. മുറിച്ച് വിടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കട്ട് ചെയ്ത് വിട്ടാണ് ഇത് കണ്ടോ. ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ഇത് മെയിൻ തണ്ട് അതിൽ നിന്ന് വരുന്ന ബ്രാഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാണ്. ഒരു പരീക്ഷണ രീതിയിൽ നടത്തുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ പറയുന്നുണ്ട് കായ്ക്കത്തില്ല, എല്ലാവരുടെയും വീടുകളിലുണ്ട്, ഇങ്ങനെ കായ ഉണ്ടായിട്ടില്ല. ഇത് ഒന്നര വർഷമാണ് ഇതിൻ്റെ കായ ആകുന്ന ടൈം. ഒരു 9 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷണം നടത്തിയാണ്. നിങ്ങൾക്ക് കാണാം ഒരു മുന്തിരി ചെറിയൊരു മുന്തിരി കൊല വന്നിട്ടുണ്ടാവും കണ്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വിട്ടത് കണ്ടോ. ഒരു 3 തണ്ട് മാറ്റിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ. തണ്ട് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് പൊട്ടി മുളച്ച് വന്നപ്പോൾ കായ കൂടിയാണ് വരുന്നത്. 2-3 ഇതുണ്ടായിരുന്നു, അത് കുറച്ച് കരിഞ്ഞു പോയതുണ്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്. 2-3 തണ്ട് ഞാൻ കട്ട് ചെയ്ത് വിട്ടുള്ളൂ, ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം. അതും വേനൽ സമയത്താണ് കട്ട് ചെയ്ത് വിടേണ്ടത്. മഴ സമയത്താകുമ്പം പുളിപ്പ് കൂടുതലാണ്. ഇതിൻ്റെ വളം പ്രയോഗം എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പിണ്ണാക്ക്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ വളമെന്ന് പറയുന്നത്. കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളം രൂപത്തിൽ ഇതൊഴിച്ചു കൊടുക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെത്തുന്നതാണ്.